ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോളം ക്രോമാറ്റോഗ്രഫിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേപ്പർ ക്രോമാറ്റോഗ്രഫിയും അതുപോലെ തന്നെ ഏതായാലും TLC ആണ് ചെയ്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരണേ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് അഡൾട്രേഷൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അതിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഫുഡ് അഡൾട്രേഷൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ കോളം ക്രോമാറ്റോഗ്രഫി നമുക്ക് ക്രോമാറ്റോഗ്രഫിക് ടെക്നിക്സും സ്പെക്ട്രോസ്കോപ്പിയും കംപ്ലീറ്റ് ചെയ്യാം. അതിനിടയിലായിട്ട് ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ഫുഡ് അഡൾട്രേഷൻ കൂടി ഒന്ന് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെ ടാർഗറ്റ്? ഇപ്പോൾ നാളെയാണല്ലോ സൺഡേ വരിക. മൺഡേയിലോട്ട് പോകുന്നത് പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ചെറിയൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കണ്ടീഷൻസൊക്കെ വന്നുകൊണ്ട് 2 ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മൺഡേനുള്ളിൽ ഞാൻ ബയോകെമിസ്ട്രി തീർത്തുതരാനാണ് ശ്രമിക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ കോളം ക്രോമാറ്റോഗ്രഫി നമുക്കറിയാം. ക്രോമാറ്റോഗ്രഫിനകത്തൊരു മൊബൈൽ ഫേസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോളം ക്രോമാറ്റോഗ്രഫി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഓഫണായിട്ട് യൂസ് ചെയ്യുന്നുള്ളത് ഏതാണ്? കോളം ക്രോമാറ്റോഗ്രഫിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്രോമാറ്റോഗ്രഫിയാണ് എന്ന് പറയുന്നത് കോളം ക്രോമാറ്റോഗ്രഫി എന്നുള്ളത്. ഇതിനകത്ത് തന്നെ നമുക്ക് അഡ്സോർപ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അഡ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യാം, അയൺ എക്സ്ചേഞ്ച് വെച്ച് ചെയ്യാം, പിന്നെ സൈസ് എക്സ്ക്ലൂഷൻ വെച്ച് ചെയ്യാം, അഫിനിറ്റി വെച്ച് ചെയ്യാം, പിന്നെ പാർട്ടീഷൻ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ പല പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ കോളം ക്രോമാറ്റോഗ്രഫീനെ യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്രോമാറ്റോഗ്രഫിയാണ് ഈ കോളം ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. പിന്നെ പറയാൻ വരുമ്പോൾ നമ്മുടെ ഈ കോളം ഉണ്ടല്ലോ, നമ്മളൊരു കോളമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ കോളം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മേഡപ്പ് ഓഫ് ഗ്ലാസ്. ഒന്നെങ്കിൽ നമ്മൾ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പോളി അക്രിലേറ്റ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കുക. പോളി അക്രിലേറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കുക. ഈ കോളത്തിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ കുഞ്ഞുണ്ടാവാറുണ്ട്, വലുതുണ്ടാവാറുണ്ട്. അങ്ങനെ വേരിയസ് ഡയമെൻഷൻസിൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഈ കോളം കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഡയമീറ്റർ പറയുകയാണെങ്കിൽ 2 മില്ലിമീറ്റർ തൊട്ട് 70 മില്ലിമീറ്റർ വരെ ഇതിൻ്റെ ഡയമീറ്റർ പോകാറുണ്ട്. ഡയമീറ്റർ ഓക്കെ, 2 മില്ലിമീറ്റർ തൊട്ട് 70 മില്ലിമീറ്റർ വരെ. അതുപോലെ തന്നെ ലെങ്ത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതൊരു 15 തൊട്ട് 150 സെൻറ്റിമീറ്റർ വരെ പോകാറുണ്ട്. അപ്പോൾ വളരെ വലിയൊരു റേഞ്ചിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ലെങ്ത്തും അതുപോലെ തന്നെ ഡയമീറ്ററൊക്കെ പോകുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും വേരിയസ് ലെങ്ത്തിലുള്ളത് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിൻ്റെ ബേസിസിലായിരിക്കും ഇത് കളക്ട് ചെയ്യുക? ഏത് കോളം വേണം നമ്മൾ സെലക്ട് ചെയ്യുക? അതെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സാമ്പിളാണ്, നമ്മുടെ സാമ്പിളിൻ്റെ വോളിയം എത്രയാണ്, എത്ര എമൗണ്ട് ആണ്, അപ്പോൾ ലാർജ് വേണോ ചെറുത് വേണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ സൈസ് സെലക്ട് ചെയ്യുന്നുള്ളത്. പിന്നെ എപ്പോഴും എന്ന് പറയുന്നത് കോമൺലി നമ്മൾ ഈ ഡയമീറ്ററിൻ്റെ ലെങ്ത്തിൻ്റെ റേഷ്യോ 1:10 അതുപോലെ തന്നെ 1:100 ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് 2 മില്ലിമീറ്റർ തൊട്ട് 7 മില്ലിമീറ്റർ വരെയും അതുപോലെ തന്നെ 15 തൊട്ട് 150 സെൻറ്റിമീറ്റർ വരെയും സൈസിൻ്റെ വേരി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് 1:10 1:100 റേഷ്യോയിൽ വരുന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ ഈ കോളത്തിനുണ്ടല്ലോ, ഈ ബോട്ടം ലെയറിലായിട്ട് ചെറിയൊരു സിൻറ്റേർഡ് ഗ്ലാസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ചില സമയത്ത് നമ്മൾ നൈലോൺ മെഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വൂള് വെച്ചിട്ടോ നമ്മൾ ഈ സ്റ്റേഷനറി ഫേസിന് അവിടെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ചില സമയത്ത് നമ്മൾ ഇവിടെ താഴെയിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അവിടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കോളത്തിന് നമുക്കൊരു ഇൻലെറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഔട്ട്ലെറ്റും ഉണ്ടാവും. അങ്ങനെയാണ് ഒരു കോളം ഉണ്ടാവുക. അപ്പോൾ ഈ ഇൻലെറ്റിലൂടെ ആയിരിക്കും ഈ എഫ്ലുവൻ്റ് കയറി വരുന്നുള്ളത്. എന്നിട്ട് അതെന്തെയും ഇതിലൂടെ ഏത് പ്രിൻസിപ്പിളാണ്? അഡ്സോർപ്ഷൻ ആണെങ്കിൽ അഡ്സോർപ്ഷൻ, സൈസ് എക്സ്ക്ലൂഷൻ ആണെങ്കിൽ സൈസ് എക്സ്ക്ലൂഷൻ. അപ്പോൾ ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ആ പ്രിൻസിപ്പിളിലൂടെ പോയിട്ട് അവസാനം ഈ ഔട്ട്ലെറ്റിലൂടെയാണത് പുറത്തോട്ട് വരുന്നത്. ഈ ഔട്ട്ലെറ്റിലൂടെ പുറത്തോട്ട് വരുന്നതിന് നമ്മൾ എന്ത് പറയും? എലുവേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എഫ്ലുവൻ്റ് എന്ന് പറയും. എഫ്ലുവൻ്റ് തന്നെയാണ് ഇവിടുന്ന് കൊടുക്കുന്നുള്ളത്. ഈ പുറത്തോട്ട് വരുന്നതിനെ നമ്മൾ എലുവേറ്റ് എന്ന് പറയും. എലുവേറ്റ് എന്ന് പറയും. ഈ പുറത്തോട്ട് വരുന്ന ആ പ്രോസസ്സിനുണ്ടല്ലോ, പ്രോസസ്സിനെ നമ്മൾ എലൂഷൻ എന്ന് പറയും. എലൂഷൻ എന്ന് പറയും. അപ്പോൾ മൊബൈൽ ഫേസ് നമ്മുടെ ഈ സ്റ്റേഷനറി ഫേസിലൂടെ ഇൻട്രാക്ഷൻ കഴിഞ്ഞ് പുറത്തോട്ടെത്തുന്നതാണ്. അതിനാണ് നമ്മൾ എലുവേഷൻ എന്ന് പറയുക. ആ പുറത്തോട്ട് വരുന്നുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എലുവേറ്റ് എന്ന് പറയുക. എലുവേറ്റും എലൂഷനും. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കോളം ക്രോമാറ്റോഗ്രഫി എന്ന് വെച്ചാൽ എന്തെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിനകത്ത് നമ്മൾ പറഞ്ഞത് കോളം ക്രോമാറ്റോഗ്രഫിയാണ് ഏറ്റവും കൂടുതൽ ഓഫണായിട്ട് നമ്മൾ ചെയ്യുന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് അഡ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടും അയൺ എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ സൈസ് എക്സ്ക്ലൂഷൻ, അഫിനിറ്റി, അങ്ങനെ പലതരത്തിലുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഏത് യൂസ് ചെയ്യുന്നുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ
നമ്മൾ മുന്നത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. PCയും TLC നമ്മളതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ് അഡൾട്രേഷൻ്റെ ഒരു ക്ലാസ് കൂടി നമ്മൾ ചെയ്യും. അതിനുശേഷം മാത്രമേ ഫുഡ് അഡൾട്രേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ. പിന്നെ പറഞ്ഞത് മൊബൈൽ ഫേസ് ഉണ്ട്, സ്റ്റേഷനറി ഫേസ് ഉണ്ട്. ഈ കോളത്തിനകത്താണ് സ്റ്റേഷനറി ഫേസ് ഉണ്ടാവുക. ഇതിലോട്ടാണ് നമ്മൾ മൊബൈൽ ഫേസ് ആഡ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇത് ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ പോളി ആക്രിലേറ്റ് പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയതായിരിക്കും അതിൻ്റെ കോളം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സൈസാണ് വാരി ചെയ്യുന്നുണ്ട്. 2mm to 70 mm വരെയാണ് ഡയമീറ്റർ വരിക. ലെങ്ത് ആണെങ്കിൽ 15 to 150 cm വരെയാണ് ലെങ്ത്. അപ്പോൾ ഇത്രയും വാരി ചെയ്യുന്നുള്ള ഇതിനകത്ത് നമ്മൾ നമ്മുടെ സാമ്പിൾ അനുസരിച്ച് അത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഏത് സൈസ് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. യൂഷ്വലി നമ്മൾ 1:10 1:100 റേഷ്യോയിലാണ് ഇത് സെലക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞത് കേട്ടോ. 1:10 അതുപോലെ തന്നെ 1:100 റേഷ്യോയിലാണ് ഡയമീറ്ററും ലെങ്ത് ഉണ്ടാകുക. പിന്നെ നമ്മുടെ ഈ മൊബൈൽ ഫേസിലൂടെ സ്റ്റേഷനറി ഫേസ് ഇൻട്രാക്ഷൻ കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന ആളെയാണ് നമ്മൾ എലിവേറ്റ് എന്ന് പറയുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എല്യൂഷൻ എന്ന് പറയുക. അത്രയും കാര്യങ്ങളിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് കോളം ക്രോമാറ്റോഗ്രാഫിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ സ്റ്റേഷനറി ഫേസിൻ്റെ താഴെയായിട്ട് ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ കോട്ടൺ ബോർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ സപ്പോർട്ട് കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതാണ് അത്രയും പറയാനുള്ളത്. ഇനി പിന്നെ നമുക്ക് നമ്മളിപ്പോൾ ഇതൊരു കോളം ക്രോമാറ്റോഗ്രഫി ആണെങ്കിൽ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഈ എലിയോട്ട് പുറത്തോട്ട് വരുന്നു പറഞ്ഞില്ലേ, ഒരു ഔട്ട്ലെറ്റും ഇൻലെറ്റും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടുന്ന് പുറത്തോട്ട് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളക്റ്റിംഗ് ട്യൂബ്സിലോട്ടാണ് കളക്ട് ചെയ്യുന്നത്. ഓരോ കളക്റ്റിംഗ് ട്യൂബ്സ് ഉണ്ടാവും. ഓക്കെ. ആ കളക്റ്റിംഗ് ട്യൂബ്സിലോട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആര് കളക്ട് ചെയ്യുന്നുള്ളത്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാരെ ഓരോ സെപ്പറേറ്റ് കോമ്പോണൻസിനെ സെപ്പറേറ്റ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ ആൾക്കാരെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ട്യൂബ്സിലാണ് കളക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഇതൊരു കോളാണെന്ന് വിചാരിക്കുക കേട്ടോ. ഇതൊരു കോളം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും നല്ല ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ അവർ വരുന്നത് വളരെ പതുക്കെ ആയിരിക്കും. അപ്പോൾ ഒട്ടും ഇൻട്രാക്ഷൻ ഇല്ലാത്ത ആൾക്കാർ താഴെ എത്തിയിട്ടുണ്ടാകും. അപ്പോഴും അവരവിടെ ഇൻട്രാക്ഷൻ ചെയ്തുകൊണ്ടേ ഉണ്ടാവും. അങ്ങനെ അവരെത്തുക പതുക്കെ ആയിരിക്കും. ഒട്ടും ഇൻട്രാക്ഷൻ ഇല്ലാത്തവർ അതായത് വീക്കർ ഇൻട്രാക്ഷൻസ് ഉള്ളവർ വളരെ പെട്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ പറ്റും. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇവർ തമ്മിൽ സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ ആയിരിക്കും. പിന്നെ ഇൻ ബിറ്റ്വീൻ ഇൻട്രാക്ഷൻ ഉള്ളവരുണ്ടാവും. അതായത് അത്രയും സ്ട്രോങ്ങും അല്ല, ഒരു മീഡിയം ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസും വരാറുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഈ കോളം എപ്പോഴും അപ്രൈറ്റ് പൊസിഷനിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ വെക്കണം? അപ്രൈറ്റ് പൊസിഷനിലാണ് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബോട്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ പാർട്ട് പറഞ്ഞില്ലേ, ഇതെപ്പോഴും ഒരു ഗ്ലാസ് ബോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വെച്ചിട്ടോ നമ്മൾ സീൽ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സ്റ്റേഷനറി ഫേസ് ലീക്കായി പോവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ അതിനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കോളം പറഞ്ഞത് അതെപ്പോഴും എങ്ങനെ വെക്കണം എന്ന് പറഞ്ഞു? വെർട്ടിക്കലി വെക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞുതരാം. വെർട്ടിക്കലിയാണ് നമ്മൾ കോളം എപ്പോഴും വെക്കേണ്ടത്. ഇങ്ങനെ വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ സീൽ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ വെർട്ടിക്കലി നമ്മൾ കോളം വെച്ചതിന് ശേഷം നമ്മുടെ സ്റ്റേഷനറി ഫേസ് അതിപ്പോൾ നമുക്ക് ജെല്ലെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രിൻസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ആ സ്റ്റേഷനറി ഫേസ് എടുക്കാം. അഡ്സോർബൻ്റ് ആണെങ്കിൽ അഡ്സോർബൻ്റ് എടുക്കാം. ഇനി റെസിനാണെങ്കിൽ അതെടുക്കാം. അയൺ എക്സ്ചേഞ്ച് റെസിനാണെങ്കിൽ അതെടുക്കാം. അതേതായാലും നമ്മളൊരു തിക്ക് സ്ലറി ഉണ്ടാക്കുന്നു. ഇതിൻ്റെയൊക്കെ തിക്ക് സ്ലറി ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനെയാണ് നമ്മൾ ഈ കോളത്തിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഫില്ല് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എത്ര ഫില്ല് ചെയ്യണം? 3/4 നമ്മൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് ഈ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്തിരിക്കണം. ഈ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മൾ 3/4 അതിൻ്റെ ഫില്ല് ചെയ്തിരിക്കേണ്ടത്. ഓക്കെ. അങ്ങനെ നമ്മൾ ഇതിപ്പോൾ 3/4 ഇത്രയാണെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ 3/4 ഫില്ല് ചെയ്തതിന് ശേഷം ഇത് സ്റ്റേഷനറി ഫേസ് ആണ്. അതിൻ്റെ 1/3 അല്ലേ ബാക്കി വരുന്നത്. 1/4 ആണ് ബാക്കി വരിക അല്ലേ. അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മൊബൈൽ ഫേസ് 1/3 ആണ് കേട്ടോ. അതിൻ്റെ 1/3 നമ്മൾ മൊബൈൽ ഫേസുമായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ 3/4 നമ്മൾ ഇത് വെച്ച് ചെയ്തു. ഇനി ബാക്കിയുള്ളത് നമ്മൾ ഇത് വെച്ച് ചെയ്യും, മൊബൈൽ ഫേസുമായിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ. പിന്നെ ഈ അപ്പർ പാർട്ട് ഉണ്ടല്ലോ, അതിനകത്ത് ബബിൾസ് ഒന്നും നമ്മൾ ഇല്ലാതെ നോക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇടക്കുന്നത് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബബിൾസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. ബബിൾസ് ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നം വരും. അപ്പോൾ ആ പാക്കിംഗ് എപ്പോഴും ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കണം എന്ന് നമ്മൾ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാർട്ട് ഇടക്കൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കണം. എന്നിട്ട് ഇതൊക്കെ സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഔട്ട്ലെറ്റ്, ഇവിടെ വാൾവ് ഉണ്ടാവും കേട്ടോ, ആ ഔട്ട്ലെറ്റ് നമ്മൾ മെല്ലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഓക്കെ. എന്തിനാ? ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. എല്ലാം സെറ്റായതിനു ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന ഔട്ട്ലെറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഓക്കെ ആണല്ലോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇത്രയും സെറ്റായല്ലോ, നമ്മളെ കോളൊക്കെ സെറ്റായി. നമ്മൾ ഈ മൊബൈൽ ഫേസ് വെച്ചില്ലേ, അതിൻ്റെ മേലെ നമ്മളൊരു പീസ് ഫിൽറ്റർ പേപ്പർ വെക്കും കേട്ടോ.
എന്താണ് ഒരു പീസ് ഫിൽറ്റർ പേപ്പർ വെക്കും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നിന്ന് വലിയ ഡിസ്റ്റർബൻസോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ഫിൽറ്റർ പേപ്പർ വെക്കും, എപ്പോഴും വെക്കാറുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളം ഒരിക്കലും ഡ്രൈ ആവാൻ പാടില്ല. എന്താണ് ഈ കോളം ഒരിക്കലും ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ ആ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ മേലെ എപ്പോഴും ആ സോൾവെൻറ്റ് ഡ്രൈ ആവാതെ എപ്പോഴും അത് അവിടെ ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ മൊബൈൽ ഫീസും സ്റ്റേഷനറി ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി നമ്മൾ സാമ്പിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാമ്പിൾ കൊണ്ടുവരാൻ പോകണം അല്ലേ. സാമ്പിളിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണ്ടേ. അങ്ങനെ ആ സാമ്പിളിനെ കൊണ്ടുവരാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളത്തിൻ്റെ ജസ്റ്റ് ഒരു ലെയർ താഴെയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സാമ്പിളിനെ ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ഈ മൊബൈൽ ഫീസിനെ നമ്മൾ പിപ്പറ്റ് വെച്ച് എടുക്കും. അതിന് ശേഷം സാമ്പിൾ ആഡ് ചെയ്യും. അതിന് ശേഷം വീണ്ടും ആ മൊബൈൽ ഫീസിനെ ആഡ് ചെയ്യും. മനസ്സിലായോ? ഏറ്റവും മേലെയായിട്ട് സാമ്പിൾ നിൽക്കാൻ പാടില്ല. ആ സാമ്പിൾ നമ്മുടെ ഈ കോളത്തിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് നിൽക്കേണ്ടത്. അതായത് ഈ സർഫസിൽ തന്നെ സാമ്പിൾ നിൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെപ്പോഴും കുറച്ച് താഴെയായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന മൊബൈൽ ഫേസിൽ നിന്ന് കുറച്ച് നമ്മൾ പിപ്പറ്റ് ചെയ്തെടുക്കും. അതിന് ശേഷം വീണ്ടും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സാമ്പിൾ നമ്മൾ കെയർഫുള്ളി എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അങ്ങനെ സാമ്പിൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് റൺ ചെയ്യുന്നത്. ഈ ഔട്ട്ലെറ്റ് നമ്മൾ നേരത്തെ തുറക്കാമെന്ന് പറഞ്ഞില്ല, തുറന്നിട്ട് അപ്പോൾ തന്നെ അടക്കണം കേട്ടോ. അതൊന്ന് സെറ്റാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നേരത്തെ തുറന്നത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മളിതിനെ റൺ ചെയ്യും. അങ്ങനെ റൺ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ഡ്രൈ ആവാൻ പാടില്ല. അതിനുവേണ്ടി അതിന് മേലെ എപ്പോഴും ആ സോൾവെൻ്റ് അവിടെ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തോണ്ടേ ഇരിക്കണം. ഇത് ഡ്രൈ ആവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഡ്രൈ ആവാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റണ്ണ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ സോൾവെൻറ്റുമായിട്ട് ഇവിടെ ഒരു കണക്ഷൻ വെക്കണം. അപ്പോൾ അതായത് നമ്മുടെ കോളത്തിനകത്ത് എത്ര ലെയറാണോ നമുക്ക് ഈ സോൾവെൻറ്റ് വേണ്ടത് അതെപ്പോഴും അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സോൾവെൻറ്റുമായിട്ട് ഒരു കണക്ഷൻ കൊടുക്കണം. എപ്പോഴും ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോളം ക്രോമാറ്റോഗ്രഫീൻ്റെ കേസിൽ കോമൺ ആയിട്ട് ആ കോളത്തിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. പിന്നെ ടെക്നിക്സ് ഓഫ് എല്യൂഷൻ പറയുകയാണെങ്കിൽ 2 എല്യൂഷൻ ഉണ്ട്. ഐസോക്രാറ്റിക് എല്യൂഷനും അതുപോലെ തന്നെ ഗ്രേഡിയൻ്റ് എല്യൂഷനും ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഐസോക്രാറ്റിക് എല്യൂഷനും ഗ്രേഡിയൻറ്റും എല്യൂഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഐസോക്രാറ്റിക് എല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു വരുമ്പോൾ എന്താണ്, ഒരു സിംഗിൾ സോൾവെൻറ്റ് മാത്രമേ നമ്മുടെ എല്യൂവൻ്റായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. എല്യൂവൻ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പുറത്തോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അത് എലുവേറ്റ് ആണ് കേട്ടോ. എലുവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എലുവേറ്റ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സിംഗിൾ സോൾവെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഐസോക്രാറ്റിക് സെപ്പറേഷൻ എന്ന് പറയാം, ഐസോക്രാറ്റിക് സെപ്പറേഷൻ എന്ന് പറയാം. ചില സമയത്ത് നമുക്ക് സിംഗിൾ സോൾവെൻറ്റ് മതിയാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2-3 സോൾവെൻറ്റിന് നമ്മൾ ആഡ് ചെയ്യും. അപ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രേഡിയൻ്റ് ആയിട്ട് മാറുന്നുള്ളത്. പിന്നെ നമ്മൾ ഒരു ടേം പഠിക്കാനുണ്ട്, അതാണ് കോളം ഡെവലപ്മെൻറ്റ്. ഐസോക്രാറ്റിക്കും ഗ്രേഡിയൻറ്റും മനസ്സിലായാലും ഇനി നമ്മൾ പഠിക്കാനുള്ളത് കോളം ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളം ഇതല്ലേ നമ്മളൊരു കോളം വരച്ചത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, നമ്മുടെ മൊബൈൽ ഫേസ് ഈ പാക്ഡ് കോളത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, അവിടെ നിന്ന് ഓരോ മോളിക്യൂളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഓരോ കോമ്പണായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കോളം ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. സോ ദ പാസേജ് ഓഫ് മൊബൈൽ ഫേസ് ത്രൂ ദ പാക്ഡ് കോളം സെപ്പറേറ്റ്സ് ദ കോമ്പോണൻസ് ഓഫ് ദ സാമ്പിൾ. അപ്പോൾ മൊബൈൽ ഫേസ് ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ സാമ്പിളിനകത്തുള്ള കോമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കോളം ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. എന്താണ് കോളം ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. പിന്നെ പറഞ്ഞു ഇതിൻ്റെ മേലെ എപ്പോഴും നമ്മൾ ഡ്രൈ ആവാണ്ട് നോക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒന്നുകിൽ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യാം, നമ്മുടെ സോൾവെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുക. അതാകുമ്പോൾ എപ്പോഴും ഇവിടെ ആ ഒരു ലെവലിൽ തന്നെ ആ സോൾവെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മളെപ്പോഴും സാമ്പിൾ ചെറിയ എമൗണ്ടിൽ എടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ ഇല്ലെങ്കിൽ ഒരുപാട് റണ്ണിങ് ടൈമൊക്കെ കൂടില്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് സാമ്പിൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്ത സാമ്പിൾ ഇൻ എ ലെസ് വോളിയം ആസ് പോസിബിൾ. എത്രത്തോളം ലെസ് വോളിയത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ലെസ് വോളിയത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ സാമ്പിൾ എടുക്കേണ്ടത്. അതാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ, ഇത് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് നമ്മുടെ സാമ്പിളിനെ നമുക്ക് സൂക്രോസുമായിട്ട് മിക്സ് ചെയ്യാം. സൂക്രോസുമായിട്ട് മിക്സ് ചെയ്താൽ അതൊരു കറക്റ്റ് ഡെൻസിറ്റിയിൽ ഉണ്ടാവും. ഒന്നുകിൽ നമുക്ക് സൂക്രോസുമായിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ബ്രോമോഫിനോൾ ബ്ലൂ എന്ന് പറയുന്നുള്ള ഒരു ഡൈ ഉണ്ട്, അതുമായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്താൽ നമുക്ക് എന്ത് സംഭവിക്കും, ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് സോൾവെൻറ്റ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ നമ്മൾ എന്താ ഇത്ര നേരമായിട്ട് പറയുന്നുള്ളത്? ഇത്ര നേരമായിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കോളം ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇതിലൂടെ നമ്മുടെ സാമ്പിൾ ഇറങ്ങി വരുമ്പോൾ പാസ് ചെയ്ത് പോകുമ്പോൾ മൊബൈൽ ഫേസുമായിട്ട് സാമ്പിൾ മൊബൈൽ ഫേസ് നമ്മുടെ സ്റ്റേഷനറി ഫേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് സാമ്പിൾ സെപ്പറേറ്റ് ചെയ്ത് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോളം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു സാമ്പിളിനെ നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് മുന്നേ ആയിട്ട് പറഞ്ഞു 3/4 നമ്മൾ സ്റ്റേഷനറി വെച്ച് ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 1/3 നമ്മൾ മൊബൈൽ ഫേസ് വെച്ച് ഫില്ല് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ സാമ്പിൾ ഫില്ല് ചെയ്യുക അല്ലേ? അങ്ങനെ സാമ്പിൾ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ലെവലിൽ സോൾവെൻ്റ് അവിടെ ഉണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് either എന്ത് ചെയ്യാം? നമ്മുടെ സോൾവെൻ്റായിട്ട് ഒരു കണക്ഷൻ വെക്കാം. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലെവലിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാമ്പിളിനെ സൂക്രോസുമായിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു സാധനം ഉണ്ട്, അതാണ് ബ്രോമോഫിനോൾ ബ്ലൂ. അതുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡെൻസിറ്റിയിൽ അത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കവിടെ ആ ഒരു പർട്ടിക്കുലർ ലെവല് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ കോളം നമ്മൾ ആദ്യം എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അതിന് 3/4 ഇത് ഫില്ല് ചെയ്യുന്നത് സ്റ്റേഷനറി ഫേസ്. അപ്പോൾ ആ സ്റ്റേഷനറി ഫേസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് either ജെല്ലാവാം, അല്ലെങ്കിൽ അഡ്സോർബൻ്റ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെസിനാവാം. ഏതായാലും ഒരു ത്രിക് സ്ലറി എടുത്തിട്ട് അതാണ് നമ്മൾ ഈ 3/4 ഫില്ല് ചെയ്യുന്നുള്ളത്. പിന്നെ അതിൻ്റെ മേലെ നമ്മളൊരു ഫിൽട്ടർ പേപ്പർ വെക്കാറുണ്ട്. പിന്നെ നമ്മളെപ്പോഴും സാമ്പിൾ എടുക്കുമ്പോൾ ലെസ് വോളിയത്തിൽ എടുക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക അല്ലെ? ലെസ് വോളിയത്തിൽ വേണം നമ്മളെപ്പോഴും അത് എടുക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ മേലെ ഒരിക്കലും എന്താവാൻ പാടില്ല? ഡ്രൈ ആവാൻ പാടില്ല. ഓക്കെ ആണല്ലോ. പിന്നെ സാമ്പിൾ ഫേസുമായിട്ട്, അതായത് സ്റ്റേഷനറി ഫേസുമായിട്ട് ഇൻട്രാക്ഷൻ കൂടുതലില്ലവർ ഇങ്ങനെ പതുക്കെ മാത്രമേ വരുള്ളൂ. ഇവർ സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. പെട്ടെന്ന് വരുന്നവർക്ക് ഒരു ഇൻട്രാക്ഷനും ഇല്ല. അവർ നമുക്ക് എന്ത് പറയാൻ പറ്റും? വീക്കർ ഇൻട്രാക്ഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ ഉള്ളവർ ഇങ്ങനെ വരും. സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ ഉള്ളവർ പതുക്കെ മാത്രമേ സെപ്പറേറ്റഡ് ആവുള്ളൂ. വീക്കർ ആകുമ്പോൾ പെട്ടെന്ന് സെപ്പറേറ്റഡ് ആവും. പിന്നെ നമ്മുടെ കോളം നമ്മൾ എപ്പോഴും എങ്ങനെ വെക്കണം? അപ്രൈറ്റ് ആയിട്ടാണ് വെക്കുക. ആ ഔട്ട്ലെറ്റ് എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അല്ലേ? താഴോട്ടായിട്ടാണ് ഉണ്ടാവേണ്ടത്. അതാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കോളത്തിൻ്റെ. പിന്നെ 2 ടൈപ്പ് എല്യൂഷൻ ഉണ്ട്. ഒന്ന് ഐസോക്രാറ്റിക്കും ഒന്ന് ഗ്രേഡിയൻറ്റും. എല്യൂഷൻ എന്താണെന്നും എലുവേറ്റ് എന്താണെന്നും എലുവൻ്റ് എന്താണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എലുവൻറ്റിനകത്ത് ഒരു സോൾവെൻറ്റ് മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? നമ്മുടെ ഐസോക്രാറ്റിക് എല്യൂഷൻ എന്ന് പറയും. ഇനി അതെല്ലാം ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഗ്രേഡിയൻറ്റ് എന്ന് പറയും. അപ്പോൾ ഗ്രേഡിയൻറ്റ് എല്യൂഷനുണ്ട്, ഐസോക്രാറ്റിക് എല്യൂഷനുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അത്രയും കാര്യങ്ങൾ ചെയ്താലോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ടേം പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ കോളം ഡെവലപ്മെൻറ്റ് പഠിച്ചില്ലേ? അതേപോലെ ഇനി ഫ്ലോ റേറ്റ് എന്താണ് നമ്മൾ പഠിക്കാനുണ്ട്. എന്താണ് ഫ്ലോ റേറ്റ് എന്ന് നമ്മൾ പറയണം. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ വോളിയം ഓഫ് ദ മൊബൈൽ ഫേസ്. വോളിയം ഓഫ് മൊബൈൽ ഫേസ് പെർ യൂണിറ്റ് ടൈം. മൊബൈൽ ഫേസ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്ലോ റേറ്റ് എന്ന് പറയാം. ഇത് വലിയൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള കോളം ഡെവലപ്മെൻറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനൂടെ, അതായത് മൊബൈൽ ഫേസ് എത്രത്തോളം വോളിയം മൊബൈൽ ഫേസ് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ടൈമിൽ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഫ്ലോ റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഫ്ലോ റേറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഒരു പെരിസ്റ്റാൾട്ടിക് പമ്പ് യൂസ് ചെയ്യും. എന്താണ്? പെരിസ്റ്റാൾട്ടിക് പമ്പ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യുക. ഓക്കെ ആണല്ലോ. എലുവൻറ്റിൻ്റെ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പെരിസ്റ്റാൾട്ടിക് പമ്പ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഒരു കോളത്തിനകത്ത് ഫ്ലോ റേറ്റ് കൂടുതലാണെങ്കിൽ, അതായത് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ അവിടെ സെപ്പറേഷൻ എടുക്കുന്നുള്ള ടൈം എന്ന് പറയുന്നത് കുറവായിരിക്കും. സെപ്പറേഷൻ ടൈം എന്തായിരിക്കും? കുറവായിരിക്കും. ഫ്ലോ റേറ്റ് കൂടുതലാണെങ്കിൽ സെപ്പറേഷൻ ടൈം കുറവായിരിക്കും. അപ്പോൾ ഫ്ലോ റേറ്റ് കുറവാണെങ്കിലോ? ഫ്ലോ റേറ്റ് കുറവാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് വരാനുള്ള ടൈം എന്ന് പറയുന്നത് കൂടും, ഒരുപാട് ടൈം എടുക്കും. കോമൺലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 30 to 120 ml/h ആണ് വരിക. ഓക്കെ, 30 to 120 ml/h cm². എന്നാണ് കേട്ടോ. കോളം പാക്കിംഗ് ഓൾസോ ഇൻഫ്ലുവൻസസ് ഫ്ലോ റേറ്റ്. നമ്മൾ ആ പാക്ക് ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടും ഈ ഫ്ലോ റേറ്റിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഇത് പാക്ക് ചെയ്യുമ്പോൾ ഈവൻലി പാക്ക് ചെയ്തില്ല, എല്ലായിടത്തും ഒരുപോലെ അല്ല, അൺഈവൻലി ഒക്കെ ആയിട്ടാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലോ റേറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത്രയ്ക്ക് ഡെൻസായിട്ടുള്ള പാക്കിംഗ് ആണെങ്കിൽ, മോർ ഡെൻസ്ലി പാക്ക്ഡ് കോളംസ് ആണെങ്കിൽ അവിടെ ഈ മൊബൈൽ ഫേസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു ഒപ്റ്റിമൽ കണ്ടീഷനിൽ വേണം നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കോളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു ഗുഡ് ഫ്ലോ റേറ്റ് കിട്ടാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയാണ് ഫ്ലോ റേറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞു ഈ ഫ്ലോ റേറ്റ് നമ്മൾ പുറത്തോട്ട് വരുന്നത് നമ്മൾ കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അനാലിസിസ് ആൻഡ് കളക്ടിങ് എഫ്ലുവൻറ്റിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്.
എഫ്ലുവൻറ്റ് നമ്മൾ കളക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എഫ്ലുവൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ടല്ലോ ആ സാമ്പിൾ, അത് നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് വരും അല്ലേ, അതിനെയാണ് നമ്മളിനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കോമ്പോണൻറ്റിനെയും ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ UV അബ്സോർപ്ഷൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, UV അബ്സോർപ്ഷൻ, അതിൻ്റെ കളറ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂറസെൻസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്യും. 2 തരത്തിലാണ് മെയിനായിട്ട് അനാലിസിസ് ഉള്ളത്. ഒന്ന് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയും, പിന്നെ ഒന്ന് മോഡേൺ അപ്രോച്ചാണ്. എന്താണ് ക്ലാസിക്കൽ അപ്രോച്ചും ഉണ്ട്, മോഡേൺ അപ്രോച്ചും ഉണ്ട്. ഈ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിങ് എക്യുപ്മെൻറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഓരോ അതായത് എഫ്ലുവൻറ്റ് പുറത്തോട്ട് വരുമ്പോൾ ഒരു ഈക്വൽ ഫ്രാക്ഷനിൽ ഇതിനകത്ത് ഇത്ര നിറച്ചു, എന്നിട്ട് അടുത്തൊരു ട്യൂബ് എടുത്തു, അതിനകത്ത് ഇത്ര നിറച്ചു, അങ്ങനെ ഓരോ ഈക്വൽ ഫ്രാക്ഷനായിട്ട് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ശേഷം നമ്മളത് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത്, ഈ മെത്തേഡ്, ഈ ക്ലാസിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല മെത്തേഡൊന്നും അല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ സാമ്പിളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഒരുപാട് ഫ്രാക്ഷൻ നമ്മളിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പോൾ ഓരോ ഫ്രാക്ഷനെ കുറിച്ച് പഠിക്കണമല്ലോ അതിന് ശേഷം, അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കളക്ട് ചെയ്യുന്നുള്ളൊരു സിസ്റ്റം ഇല്ല. നമ്മൾ കുഞ്ഞു കുഞ്ഞു ട്യൂബ്സ് വെച്ചിട്ട് ഓരോ സാമ്പിളായിട്ട് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ മോഡേൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ അത് മറ്റൊരു അപ്രോച്ചാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓരോ എഫ്ലുവൻറ്റും അതിൽ നിന്ന് പുറത്തോട്ട് വരുന്നതിന് നമ്മൾ കണ്ടിന്യൂസ്ലി ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടി അവിടെ മോണിറ്റർ ചെയ്തുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, UV വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി, കളറ്, ഫ്ലൂറസെൻസ് അങ്ങനെ വെച്ചിട്ടൊക്കെ നമ്മളതിനെ അനലൈസ് ചെയ്യുന്നില്ല. അതാണ് ഈ മോഡേൺ അപ്രോച്ചിനകത്ത് ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഓരോ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഫ്രാക്ഷൻ എടുത്തിട്ട് അതിൻ്റെ അനാലിസിസാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്കത് മോഡേൺ അപ്രോച്ചിൽ അതിൻ്റെ പ്രോപ്പർട്ടി വെച്ച് അപ്പോൾ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ മോണിറ്ററിങ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഫ്ലൂറസെൻസ് ഡിറ്റക്ടേഴ്സിന് യൂസ് ചെയ്യാം, പൊളാരിമീറ്റേഴ്സ് ഉണ്ട്, വോൾട്ടാമീറ്റേഴ്സ് ഉണ്ട്, കണ്ടക്ടിവിറ്റി ഡിറ്റക്ടേഴ്സ് ഉണ്ട്, പിന്നെ റിഫ്രാക്ടോമെട്രിക് ഡിറ്റക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മോണിറ്ററിങ് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ഫ്ലൂറസെൻസ് ഡിറ്റക്ടേഴ്സ്, പൊളാരിമീറ്റേഴ്സ്, വോൾട്ടാമീറ്റേഴ്സ്, റിഫ്രാക്ടോമെട്രിക് ഡിറ്റക്ടേഴ്സ്, കണ്ടക്ടിവിറ്റി ഡിറ്റക്ടേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഡിറ്റക്ടേഴ്സിൽ നിന്നെല്ലാം നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക്കൽ സിഗ്നൽ കിട്ടും. ആ ഇലക്ട്രിക്കൽ സിഗ്നൽ വെച്ചിട്ട് നമ്മൾ ചാർട്ട് ഉണ്ടാക്കും. ആ ചാർട്ടിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫേസ് നമ്മുടെ സ്റ്റേഷനറി ഫേസിലൂടെ ഫ്ലോ ചെയ്യാൻ എടുക്കുന്നുള്ളത് ഒരു വോളിയം, അതായത് എത്രത്തോളം വോളിയം ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈമിലൂടെ അത് പാസ് ചെയ്യുന്നുണ്ട്, അതിനാണ് നമ്മൾ ഫ്ലോ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് മനസ്സിലായല്ലോ. അത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി പെരിസ്റ്റാൾട്ടിക് പമ്പ് യൂസ് ചെയ്യും. പെരിസ്റ്റാൾട്ടിക് പമ്പ് യൂസ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലോ റേറ്റ് കൂടുതലാണെങ്കിൽ സെപ്പറേഷൻ ടൈം കുറവായിരിക്കും. ഇനി ഫ്ലോ റേറ്റ് കുറവാണെങ്കിൽ സെപ്പറേഷൻ ടൈം കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ നല്ല ഡെൻസിറ്റി ഒക്കെ ആയതിനൊക്കെ നമുക്ക് ഫ്ലോ റേറ്റ് എപ്പോഴും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഒപ്റ്റിമം കണ്ടീഷനിൽ വേണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല അൺഈവനായിട്ടൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിലും അത് പ്രശ്നമാണ്. പിന്നെ ഒരു നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 to 120 ml/h സെൻറ്റിമീറ്റർ സ്ക്വയർ. എന്താണ്? 30 to 120 ml/h ആണ് സാധാരണ വരുന്നത്. പിന്നെ അനാലിസിസ് ആണ്, നമ്മൾ അതിൽ നിന്ന് വരുന്നുള്ള എഫ്ലുവൻറ്റിൻ്റെ അനാലിസിസ് ആണ്. 2 മെത്തേഡാണുള്ളത്. ഏതൊക്കെയാണ്? ക്ലാസിക്കലും മോഡേണും എന്ന് പറഞ്ഞു. ആ മോഡേണിനകത്ത് ക്ലാസിക്കലിനകത്ത് നമ്മൾ ഈക്വൽ ഫ്രാക്ഷൻ എടുത്ത് അതിൻ്റെ അനാലിസിസ് ആണ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മളിത് അനാലിസിസ് ചെയ്യുക. UV അബ്സോർപ്ഷൻ, കളറ്, ഫ്ലൂറസെൻസ്, പിന്നെ റേഡിയോ ആക്ടിവിറ്റി, അങ്ങനത്തെ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ കളറ് ഇത് പ്രോപ്പർട്ടീസ് അനാലിസിസ് ചെയ്യാം. അപ്പോൾ ക്ലാസിക്കലിനാകുമ്പോൾ നമ്മൾ ഓരോ ഫ്രാക്ഷൻ എടുത്തിട്ട് അതിൻ്റെ അനാലിസിസ് ആണ്. മോഡേൺ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല, കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മോണിറ്ററിങ് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്ന പൊളാരിമീറ്റർ, വോൾട്ടാമീറ്റർ, അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി മീറ്റർ, റിഫ്രാക്ടോമെട്രിക് ഡിറ്റക്ടേഴ്സ്, അതുപോലെ തന്നെ ഫ്ലൂറസെൻറ്റ് ഡിറ്റക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് മോണിറ്ററിങ് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയുള്ള ഡിറ്റക്ടേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് കിട്ടും. ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ചിട്ട് നമ്മളൊരു പീക്ക് റെഡിയാവും. ആ പീക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫൈനലായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പീക്ക് ഞാൻ വരക്കുകയാണെങ്കിൽ നമ്മളൊരു ഗ്രാഫൊക്കെ വരക്കും. അങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് എത്രത്തോളം എത്ര പീക്കുണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് 1 2 3 4 5 പീക്സ് കാണുന്നില്ല. അതിനകത്ത് 5 കോമ്പോണൻറ്റ്സ് ആ സാമ്പിളിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏരിയ ഉണ്ടല്ലോ,
ഇത് ഇത്രയും പോയില്ല, ആ ഏരിയ ആണ് അതിൻ്റെ കോൺസെൻട്രേഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, ഇയാളുടെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കാം. അപ്പോൾ ആ ഏരിയ വെച്ചിട്ടാണ്, അതുപോലെ തന്നെ ഹൈറ്റും ഏരിയയും വിടുത്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഓരോ കോമ്പൗണ്ടിൻ്റെയും എത്രത്തോളം പ്രൊപ്പോർഷണൽ നമ്മുടെ സാമ്പിളിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് കോളം ക്രൊമാറ്റോഗ്രഫീനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയാണ്. ഇതാണ് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ സ്റ്റേഷനറി ഫേസ് നമ്മുടെ മൊബൈൽ ഫേസ് ഗ്യാസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്ന് നമുക്ക് പേര് വന്നത്. ഈ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി തന്നെ GLC ഉണ്ട്, ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയും ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫിയും. അപ്പോൾ ഗ്യാസാണ് ഇതിൻ്റെ മൊബൈൽ ഫേസ്, നോ ഡൗട്ട് ഗ്യാസാണ് അതിൻ്റെ മൊബൈൽ ഫേസ് ആയിട്ട് വരിക. ലിക്വിഡാണ് ഇതിൻ്റെ സ്റ്റേഷനറി ഫേസ് എങ്കിൽ അത് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ആവും. ഇനി സോളിഡാണ് ഇതിൻ്റെ സ്റ്റേഷനറി ഫേസ് എങ്കിൽ അതെന്താവും, ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി ആവും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഗ്യാസ് സോളിഡും ഗ്യാസ് ലിക്വിഡും തമ്മിലുള്ള ഡിഫറൻസ്. ആദ്യം നോക്കുന്നത് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയാണ്. ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഇതിൻ്റെ സ്റ്റേഷനറി ഫേസ് ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് ആയിരിക്കും. എന്തായിരിക്കും, ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം, ലിക്വിഡ് ഫേസിലാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ് ഉള്ളത്, മൊബൈൽ ഫേസ് ഗ്യാസിലുമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ അതിനെയാണ് നമ്മൾ ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കോളത്തിനകത്തേക്ക് നമ്മൾ എന്തിനെ ആഡ് ചെയ്യുന്നത്, ലിക്വിഡിനെ ആഡ് ചെയ്യാൻ പോകണം അല്ലേ. ലിക്വിഡാണ് സ്റ്റേഷനറി ഫേസ്. അപ്പോൾ ആ ലിക്വിഡിനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സോളിഡ് സപ്പോർട്ട് ഒരു ഇനേർട്ട് സോളിഡ് സപ്പോർട്ട് ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്തൊരു ഇനേർട്ടായിട്ടുള്ള ഒരു സോളിഡ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിനകത്തേക്കാണ് നമ്മൾ ലിക്വിഡിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ലിക്വിഡും സോളിഡും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ നടക്കാൻ പാടില്ല. ആ സോളിഡിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ജസ്റ്റ് ആ ലിക്വിഡ് ഫേസിനെ ഹോൾഡ് ചെയ്യാൻ മാത്രമാണ് അതിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നുള്ളത്. ഇവിടെ റിയാക്ഷൻ നടക്കുന്നുള്ളത് നമ്മുടെ ലിക്വിഡും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസും മാത്രമായിട്ടാണ്. അല്ലാണ്ട് ആ പറഞ്ഞിരിക്കുന്ന സോളിഡ് ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രം, ആ ലിക്വിഡ് ഫേസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മൊബൈൽ ഫേസ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കാരിയർ ആയിട്ടുള്ള ഒരു ഗ്യാസ് ഉണ്ട്. അതാണ് ഈ കോളത്തിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നുള്ളത്. അതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നുള്ളത്. അപ്പോൾ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫീൻ്റെ പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ അത് മെയിനായിട്ട് ഏത് ടൈപ്പാണത്, അത് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ വരുന്നുള്ളതാണ്. എന്താണ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ? അപ്പോൾ അതിനർത്ഥം എന്താണ്, പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് മാറുന്നുള്ളത്. സോ ദ ബേസിസ് ഫോർ ദ സെപ്പറേഷൻ ഈസ് ദ ഡിഫറൻസ് ഇൻ ദ പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് വോളറ്റലൈസ്ഡ് കോമ്പൗണ്ട്സ് ഇൻ ദ ലിക്വിഡ് സ്റ്റേഷനറി ഫേസ്. ആ ലിക്വിഡ് സ്റ്റേഷനറി ഫേസിൽ ഇവർ കാണിക്കുന്നത് ഈ പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഡിഫറൻസിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ടൻസ് സെപ്പറേറ്റഡ് ആയിട്ട് വരുന്നുള്ളത്. ഓക്കെ. പിന്നെ നമ്മുടെ മൊബൈൽ ഫേസ് ഉണ്ടല്ലോ, അതൊരു കാരിയർ ഗ്യാസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും, ഈ മൊബൈൽ ഫേസിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റേഷനറി ഫേസിലൂടെ റൺ ചെയ്യുമ്പോൾ അവരവിടെ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ലിക്വിഡിനും ഗ്യാസിനും ഇടയിലായിട്ട് അവരത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ വീക്ക് ഇൻട്രാക്ഷൻ ആണെങ്കിൽ അത് സ്പീഡായിട്ട് വരും. അതുപോലെ തന്നെ സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണെങ്കിൽ അവരത് സ്ലോ ആയിട്ട് വരും. അങ്ങനെ അത് എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ റിട്ടാർഡിങ് എഫക്റ്റ് എന്ന് പറയാം. എന്താണ് റിട്ടാർഡിങ് എഫക്റ്റ് എന്ന് പറയും? നമ്മൾ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ RF വാല്യൂ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അതായത് എത്രത്തോളം ട്രാവൽ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുന്ന ഒരു ടേമാണ് റിട്ടാർഡേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്ടാർഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിട്ടാർഡിങ് എഫക്റ്റ് മോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ കോമ്പോണൻറ്റ് ലിക്വിഡ് ഫേസിനകത്ത് കൂടുതൽ റിട്ടാർഡ് ചെയ്തു അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിട്ടാർഡിങ് എഫക്റ്റ് കൂടുതലെന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് ലിക്വിഡിനകത്ത് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം റിട്ടാർഡേഷൻ എഫക്റ്റ് കൂടുതലാണെന്നാണ്. റിട്ടാർഡിങ് എഫക്റ്റ് കുറവാണെങ്കിൽ അതിനർത്ഥം എന്താണ്, അവിടെ കുറവാണ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്നതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സാമ്പിളിനകത്ത് അടങ്ങിയിട്ടുള്ള ഓരോ കോമ്പോണൻറ്റിൻ്റെയും റിട്ടാർഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും, സെപ്പറേറ്റഡ് ആവും. അങ്ങനെ ഈ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കോമ്പോണൻസ് നമുക്കറിയാം എല്യൂട്ടൻ്റ് ആയിട്ട് പുറത്തോട്ട് വരും അല്ലേ. അങ്ങനെ എല്യൂട്ട് ചെയ്ത് പുറത്തോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഡിറ്റക്ടറിൽ പോയിട്ട് ടച്ച് ചെയ്യും. ആ ഡിറ്റക്ടർ എന്താണ്, ഓരോ സിഗ്നൽസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ സിഗ്നൽസിനെയാണ് നമ്മൾ, ആ സിഗ്നൽസ് വെച്ചിട്ടുണ്ടാക്കുന്നില്ല അതിനെയാണ് നമ്മൾ ക്രൊമാറ്റോഗ്രാം എന്ന് പറയുന്നത്. നേരത്തെ ഒരു
പീക്ക് കാണിച്ചതില്ലേ, അപ്പോൾ അതിനാണ് നമ്മൾ ക്രൊമാറ്റോഗ്രാം എന്ന് പറയുക. ആ ക്രൊമാറ്റോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കുക, എത്രത്തോളം അതിൻ്റെ വോളിയം ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നമ്മളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിറ്റക്ടർ സിഗ്നൽ ആസ് മെഷേർഡ് ബൈ എ കണ്ടിന്യൂസ് റെക്കോർഡർ. ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റെക്കോർഡർ ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ആ വന്ന് തട്ടുന്നുള്ള ഓരോ സെപ്പറേറ്റ് ചെയ്യുമ്പോഴും വന്ന് തട്ടുന്നുള്ള ഓരോ കോമ്പോണൻറ്റിനെ അവർ മെഷർ ചെയ്യും. എന്നിട്ട് അവരൊരു ഞാൻ പറഞ്ഞ ഗ്രാഫ് ഉണ്ടല്ലോ നേരത്തെ ഒരു ഗ്രാഫ്, അപ്പോൾ അതിനകത്ത് നമ്മൾ ടൈം എടുക്കും. ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദ ടൈം ടേക്കൺ ബൈ ദ പെർട്ടിക്കുലർ കോമ്പോണൻറ്റ് ടു എല്യൂട്ട് ഔട്ട് ഓഫ് ദ കോളം produces a pattern which may be called chromatogram. നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയാണ്, അതിനാണ് നമ്മൾ ക്രൊമാറ്റോഗ്രാം എന്ന് പറയാം. അപ്പോൾ അത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ക്രൊമാറ്റോഗ്രാമിനകത്ത് ഒരുപാട് പീക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ പീക്സ് ആണ്, ഓരോ പീക്കാണ് ഓരോ കോമ്പോണൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. പിന്നെ ആദ്യം വന്ന ആളുടെ പീക്ക് ആദ്യം ഉണ്ടാവും, രണ്ടാമത് വന്ന ആളുടെ പീക്ക് രണ്ടാമത് ഉണ്ടാവും. ആ പൊസിഷൻ ഓഫ് ദ പീക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ഏരിയയും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയാണ് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫീൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞുതരാം. ഇതിനകത്ത് എന്താണെന്നല്ല നമ്മൾ പറഞ്ഞത്, ഇവിടെ നമ്മളൊരു കാരിയർ ഗ്യാസിനെ മൊബൈൽ ഫേസായിട്ട് യൂസ് ചെയ്യുന്നു. അത് ലിക്വിഡിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ആ ലിക്വിഡിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോളിഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സോളിഡും ലിക്വിഡും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നില്ല. ഓൺലി ലിക്വിഡും ഗ്യാസും തമ്മിൽ, അതായത് നമ്മുടെ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും തമ്മിൽ മാത്രമേ അവിടെ എന്ത് നടക്കുന്നുള്ളൂ, ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുള്ളൂ. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ബേസിസിലാണ് ഇവിടെ നടക്കുന്നത്. പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ കോമ്പോണൻസിനെയും വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് മോളിക്കുലർ നമ്മുടെ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് അത് സെപ്പറേറ്റഡ് ആയിട്ട് വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ. മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ, അങ്ങനെ പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റിൽ വ്യത്യാസം വരും. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, റിട്ടാർഡിങ് എഫക്റ്റ്. റിട്ടാർഡിങ് എഫക്റ്റ് കൂടുതലുള്ള ആൾ സെപ്പറേറ്റ് ചെയ്ത് വരാൻ സമയമെടുക്കും, കുറേ സമയമെടുക്കും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓരോ കോമ്പോണൻറ്റിൻ്റെയും റിട്ടാർഡിങ് എഫക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഓരോന്നും വന്നിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽ പോയിട്ട് അവരൊരു എന്താണ് ഒരു ക്രൊമാറ്റോഗ്രാം ഉണ്ടാക്കും. ആ ക്രൊമാറ്റോഗ്രാമിനകത്ത് എത്രത്തോളം പീക്ക് വന്നിട്ടുണ്ട്, എത്രത്തോളം നമ്പർ ഓഫ് പീക്സ് ഉണ്ട്, അതിൻ്റെ പൊസിഷൻ എന്തുണ്ട്, അതിൻ്റെ ഏരിയ എന്തുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, ഈ കോമ്പോണൻസിനെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. അതാണ് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. ഇനി ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി. ഇവിടെ എന്താണ്, ലിക്വിഡ് ഫേസ് ഇല്ല. ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ അവിടെ സോളിഡ് ഫേസ് ആണ് എന്തായിട്ട് വരുന്നുള്ളത്, സ്റ്റേഷനറി ഫേസ് ആയിട്ട് വരുന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫീൻ്റെ സോളിഡ് എന്തായിരുന്നു, ഇനേർട്ടായിരുന്നു, അത്രക്ക് റിയാക്റ്റീവ് ആയതല്ല. പക്ഷേ ഇവിടെ അത് ഇനേർട്ടല്ല. എവിടെ നിന്നാണ്, ഇറ്റ് ഈസ് നോട്ട് ഇനേർട്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് നമ്മുടെ കോമ്പോണൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ അവിടെ സെപ്പറേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് സോളിഡാണ്. ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ കാരിയർ ഗ്യാസിനെ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ബേസിസിൽ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പാർട്ടീഷൻ കോഎഫിഷ്യൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ്റെ ബേസിസിൽ നമുക്കിവിടെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുകയാണ്. ഇനി കാരിയർ ഗ്യാസ് നമ്മൾ കുറേ നേരം പറഞ്ഞില്ലേ, ഈ കാരിയർ ഗ്യാസാണ് മെയിനായിട്ട് നമ്മുടെ സാമ്പിളിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇവരെപ്പോഴും എന്തായിരിക്കണം, കെമിക്കലി ഇനേർട്ടായിട്ടുള്ള ഒരു ഗ്യാസ് ആയിരിക്കണം. എന്താണ്, ഇനേർട്ടായിരിക്കണം. അതിനകത്തുള്ള സാമ്പിളാണ് റിയാക്ട് ചെയ്യേണ്ടത്. ആ ഗ്യാസ് എപ്പോഴും എന്തായിരിക്കണം, ഇനേർട്ടായിരിക്കണം. പിന്നെ ഈ ഗ്യാസ് എപ്പോഴും ഹൈ ഡെൻസിറ്റിയുള്ള ഒരു ഗ്യാസ് ആയിരിക്കണം. എന്തായിരിക്കണം, ഹൈ ഡെൻസിറ്റി ഉള്ള ഒരു ഗ്യാസ് ആയിരിക്കണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സെപ്പറേഷൻ അവിടെ കിട്ടുള്ളൂ. ബെറ്റർ സെപ്പറേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഹൈ ഡെൻസിറ്റി ഉള്ള ഒരാളെ ആയിരിക്കണം എടുക്കേണ്ടത്. ലോ ഡെൻസിറ്റി ഉള്ള ആളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലോ ഡെൻസിറ്റി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ അവിടെ സെപ്പറേഷൻ അത്രക്ക് നല്ലതായിരിക്കില്ല, ബെറ്റർ സെപ്പറേഷൻ നമുക്കവിടെ കിട്ടില്ല. ഫാസ്റ്റർ ആയിരിക്കും, പക്ഷേ ബെറ്റർ സെപ്പറേഷൻ ആയിരിക്കും അവിടെ കിട്ടാൻ സാധ്യതയില്ല. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാരിയർ ഗ്യാസസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ, ആർഗൺ, അതുപോലെ തന്നെ ഹീലിയം, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റീമും നമ്മൾ ചില സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ കാരിയർ ഗ്യാസിൻ്റെ പ്യൂരിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇലക്ട്രിക്കൽ സിഗ്നലിൽ പോയി തട്ടിയിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, പിന്നെ നമ്മൾ കോമൺ ആയിട്ടൊരു ഇമ്പ്യൂരിറ്റി പറയുകയാണെങ്കിൽ അത് വാട്ടർ വേപ്പറാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലയെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ കാരിയർ ഗ്യാസ് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. പിന്നെ കോളം, നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കോളം എന്ന് പറയുമ്പോൾ 2 കോളം ഉണ്ട് കേട്ടോ. ഒന്ന് പാക്ക്ഡ് കോളം വരാറുണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ ട്യൂബുലാർ കോളവും വരാറുണ്ട്. ഓപ്പൺ ട്യൂബുലാറിന് നമ്മൾ ക്യാപ്പിലറി കോളം എന്നുകൂടി അറിയപ്പെടാറുണ്ട്. നമ്മൾ അറിയപ്പെടാറുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വാളിൻ്റെ കോളത്തിൻ്റെ അകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനറി ഫേസാണ് നമ്മൾ ഫില്ല് ചെയ്യുക.
ലിക്വിഡ് സ്റ്റേഷനറി ഫേസ് ഫില്ല് ചെയ്യും. പിന്നെ അത് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിനകത്തായിരുന്നു. ഇതിനകത്ത് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ടുള്ള സോളിഡ് ഫില്ല് ചെയ്യും. അപ്പോൾ അതാണ് പാക്കഡും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ ട്യൂബുലാറായിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത്. ഇനി സോളിഡ് സപ്പോർട്ട് കൊടുക്കുന്നു പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫീൻ്റെ കേസിൽ നമ്മൾ സോളിഡ് സപ്പോർട്ട് കൊടുക്കുന്നു പറഞ്ഞില്ലേ, ആ സപ്പോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, തെർമലി സ്റ്റേബിളായിരിക്കുന്ന ആളായിരിക്കണം, അതുപോലെ തന്നെ ഇനേർട്ടായിട്ടുള്ള ആളായിരിക്കണം, മെക്കാനിക്കലി സ്ട്രോങ് ആയിരിക്കണം. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയറ്റോമീഷ്യസ് എർത്തും ടെഫ്ലോണുമാണ് കോമൺ ആയിട്ട് നമ്മളതിനെ യൂസ് ചെയ്യുക. ഇതേതാണ് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫീൻ്റെ കേസിലാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ലിക്വിഡ് ഫേസ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് അത് നമുക്കുണ്ടെങ്കിൽ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടിയുള്ള ആൾക്കാരായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയുള്ള ആൾക്കാരെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മുടെ സാമ്പിളിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പോളാർ ഗ്രൂപ്പ്സ് നമ്മുടെ OH അല്ലെങ്കിൽ NH2 COH അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പോളാർ ഗ്രൂപ്പ്സ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രീ ട്രീറ്റ്മെൻറ്റ് അവിടെ ആവശ്യമാണ്. നോൺ പോളാറായിട്ടുള്ള കോമ്പൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വിടാം. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പോളാർ ഗ്രൂപ്പ്സ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഈ സാമ്പിൾ എപ്പോഴും നമ്മൾ വേപ്പറിൻ്റെ ഫോമിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഡിറ്റക്ടേഴ്സിനെയും കുറിച്ചൊന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞെന്തായിരുന്നു, ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫീനകത്ത് എന്താണ് പറഞ്ഞത്, അവിടെ ഗ്യാസ് സോളിഡ് എന്ന് പറയുന്നത് ഇനേർട്ട് ആവാൻ പാടില്ല. അവിടെ അതെപ്പോഴും റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കണം അല്ലേ, ഇനേർട്ട് ആവാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മുടെ സോളിഡും ഗ്യാസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിരിക്കണം, ഇനേർട്ട് ആവാൻ പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈ ഡെൻസിറ്റി ഉള്ള കോളമാണെങ്കിൽ, സ്റ്റേഷനറി ഫേസ് ആണെങ്കിൽ നമുക്ക് അവിടെ സെപ്പറേഷൻ ഒരുപാട് ടൈം എടുക്കും, പക്ഷേ ബെറ്റർ സെപ്പറേഷൻ ആയിരിക്കും നടക്കുക. ലോ ഡെൻസിറ്റി ആണെങ്കിൽ അവിടെ ബെറ്റർ സെപ്പറേഷൻ നടക്കില്ല, പക്ഷേ ഫാസ്റ്റർ റേറ്റിൽ സെപ്പറേഷൻ നടക്കും. പിന്നെ നമ്മൾ കാരിയർ ഗ്യാസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കാരിയർ ഗ്യാസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇനേർട്ടായിട്ടുള്ള ഒരു ഗ്യാസ് ആയിരിക്കണം അല്ലേ. അതിനകത്ത് നമ്മുടെ സാമ്പിളിനെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതൊരിക്കലും നമ്മുടെ ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാരിയർ ഗ്യാസ് ഇനേർട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കണം. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് നൈട്രജൻ, ആർഗൺ, ഹീലിയം, ഹൈഡ്രജൻ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്യൂരിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് ഇലക്ട്രിക്കൽ സിഗ്നലിൽ പോയിട്ട് നമ്മുടെ ക്രൊമാറ്റോഗ്രഫിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ മെയിനായിട്ട് വരുന്നുള്ളൊരു ഇമ്പ്യൂരിറ്റിയാണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. പിന്നെ 2 ടൈപ്പ് കോളംസ് ഉണ്ട്, പാക്ക്ഡ് കോളവും ഓപ്പൺ ട്യൂബുലാർ കോളമാണുള്ളത്. ഓപ്പൺ ട്യൂബുലാർ കോളത്തിന് നമ്മൾ ക്യാപ്പിലറി കോളം എന്നുകൂടി അറിയപ്പെടാറുണ്ട്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഇനേർട്ട് മെറ്റീരിയൽ വെച്ചിട്ട് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫീൻ്റെ കോട്ടിങ് ചെയ്യാറുണ്ട് പറഞ്ഞു. ആ കോട്ടിങ് എന്ന് പറയുന്നത് ആൾക്കാരെന്ന് പറയുന്നത് എന്തായിരിക്കണം, തെർമലി സ്റ്റേബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ മെക്കാനിക്കലി സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം. അതാണ് അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സാമ്പിളിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പോളാർ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ, നോൺ പോളാർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും തരത്തിലുള്ള പോളാർ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നമ്മളതിന് എന്ത് ചെയ്യണം, അതായത് നമ്മുടെ OH, NH2, COH പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ സാമ്പിളിന് എപ്പോഴും വേപ്പർ ഫോമിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ സോളിഡ് സപ്പോർട്ടായിട്ട് നമ്മൾ ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫീൻ്റെ കേസിൽ പറഞ്ഞത് അത് നമ്മൾ ഡയറ്റോമീഷ്യസ് എർത്തും ടെഫ്ലോണൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഡിറ്റക്ടേഴ്സിൻ്റെ കൂടി പറയാനുണ്ട്. അത് കഴിഞ്ഞാൽ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി കംപ്ലീറ്റ് ആവും. ഡിറ്റക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ, ഓരോ കോമ്പോണൻസും അതിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യുന്നുള്ളത് ഈ ഡിറ്റക്ടേഴ്സാണ്. ഈ ഡിറ്റക്ടറിൽ പിന്നെയാണ് അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഒരു ക്രൊമാറ്റോഗ്രാമൊക്കെ ആക്കിയിട്ട് മാറ്റുന്നത്. കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം വെച്ചിട്ടാണ് ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇത് കോൺസെൻട്രേഷനും ഇത് ടൈമും. ഓക്കെ, അങ്ങനെയാണ് ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള പീക്ക് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളിലേക്കും അനാലിസിസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡിറ്റക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അത് പോയി. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞാൽ ഡിറ്റക്ടേഴ്സ് അല്ലേ. ഇനി അപ്പോൾ ഈ ഡിറ്റക്ടേഴ്സ് പല തരത്തിലുണ്ട്. ഡിറ്റക്ടേഴ്സ് എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ മനസ്സിലായല്ലോ. ഒന്ന് ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ. എന്താണ് ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ? കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു ഡിറ്റക്ടർ തന്നെയാണ്. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 നാനോഗ്രാമിൽ താഴെയുള്ള കോമ്പൗണ്ട്സിനെ വരെ ഡിറ്റക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റും. 1 നാനോഗ്രാമിൽ താഴെ വരെയുള്ള ഡിറ്റക്ടേഴ്സിന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഡിറ്റക്ടറാണ് ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ നമ്മൾ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതൊരു കളർലെസ് ആയിട്ടുള്ള ഫ്ലെയിം അവിടെ ഉണ്ടാക്കും.
കളർലെസ് ആയിട്ടുള്ള ഫ്ലെയിം അവിടെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് അവിടെ, നമുക്ക് ഈ ഹൈഡ്രജൻ ഒന്നെങ്കിൽ കാരിയർ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏതെങ്കിലും ഒരു കളറിലുള്ള ഒരു ഫ്ലെയിം ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം ഓരോ കോമ്പോണൻ്റ് അവിടെ പ്രസൻ്റ് ആണെന്നാണ്. അപ്പോൾ ആ ഫ്ലെയിം ചേഞ്ചിൽ ഉണ്ടാകുന്ന കളർ വെച്ചിട്ടാണ് ഇവിടെ കോമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞാൽ ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ 1 നാനോഗ്രാം വരെ നമുക്കതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അപ്പോൾ അത് ബേൺ ചെയ്തിട്ട് ഒരു കളർലെസ് ഫ്ലെയിംസ് ഉണ്ടാക്കും. പിന്നെ നമ്മുടെ സാമ്പിളിനകത്തുള്ള കോമ്പൗണ്ട്സ് ബേൺ ചെയ്തിട്ട് പലതരത്തിലുള്ള കളറാണ് അവിടെ ഉണ്ടാക്കുന്നുള്ളത്. ആ കളറിൻ്റെ ബേസിസിലാണ് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുള്ളത്. അങ്ങനെ ഇത് ഓരോ സാമ്പിൾ കോമ്പോണൻസും അയണൈസ് ചെയ്യുമ്പോൾ, ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടേഴ്സ് അല്ലേ, അങ്ങനെ ഓരോന്നും അയണൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ഉണ്ടാകുന്നുണ്ട്. ആ ഇലക്ട്രോൺസ് ചെറിയൊരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ പോയിട്ട് മെഷർ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എത്രത്തോളം കറണ്ട് ഉണ്ടായി അതിൻ്റെ ബേസിസിലാണ് നമുക്കിവിടെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. അതാണ് ഫ്ലെയിം അയണൈസേഷൻ. നെക്സ്റ്റ് ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടർ. എന്താണ് ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടർ? ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക്കൽ 63 ഇതൊരു റേഡിയോ ആക്റ്റീവ് റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ഈ റേഡിയോ ആക്റ്റീവ് ഉണ്ടല്ലോ, അതായത് നിക്കൽ, അതെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരിയർ ഗ്യാസിനെ പോയിട്ട് അയണൈസ് ചെയ്യും. എന്താണ് നമ്മുടെ കാരിയർ ഗ്യാസിനെ പോയിട്ട് അയണൈസ് ചെയ്യും. നമ്മുടെ കോളത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നുള്ളത്, കോളത്തിലുള്ളതിനല്ല, കോളത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നുള്ള ആ കാരിയർ ഗ്യാസിനെ പോയിട്ട് ഇത് അയണൈസ് ചെയ്യും. അങ്ങനെ അയണൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഉണ്ടാക്കുന്നുള്ളത്? ആ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇലക്ട്രിക് കറണ്ട് വെച്ചിട്ടാണ് ആ ഇലക്ട്രിക് കറണ്ടിൽ എത്രത്തോളം കൂടി എത്രത്തോളം ഡ്രോപ്പ് ഉണ്ടായി എന്ന ബേസിസിലാണ് ഇവിടെ കോമ്പൗണ്ട്സ് നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളത്. ഓക്കെ, ആ ഇലക്ട്രിക് കറണ്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ മെഷർ ചെയ്യുന്നു, എന്നിട്ട് അതിനെ റെക്കോർഡ് ചെയ്യുന്നു. ഇത് നമ്മൾ മെയിനായിട്ട് പോളി ഹാലോജനേറ്റഡ് കോമ്പൗണ്ട്സിലും അതുപോലെ തന്നെ അതായത് നമ്മുടെ DDT ഒക്കെ ഇല്ലേ, അതിൻ്റെ കേസിലൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് 1 പൈക്കോഗ്രാം വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. 1 പൈക്കോഗ്രാം വരെ നമുക്കിതിനെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലെയിം അയണൈസേഷൻ എന്ന് പറയുമ്പോൾ ഫ്ലെയിമിലുണ്ടാകുന്ന കളർ ഡിഫറൻസ്, അതുപോലെ തന്നെ അയണൈസേഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ ഇത് വെച്ചിട്ടാണ്. ഇനി ആപ്ലിക്കേഷൻസിലോട്ട് വരുമ്പോൾ ഒന്ന് നമുക്ക് സെപ്പറേഷൻ വേണ്ടിയിട്ടാണല്ലോ ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് ടൊബാക്കോ സ്മോക്ക് അല്ലേ, അതൊരു ഗ്യാസ് ആണല്ലോ. അപ്പോൾ ടൊബാക്കോ സ്മോക്കിൽ നിന്ന് സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂട്ടൻസ്, പിന്നെ നമ്മുടെ പ്ലാന്റ് എക്സ്ട്രാക്ട്സ്, എസെൻഷ്യൽ ഓയിൽസ്, വെജിറ്റബിൾ ഓയിൽസ്, ഇതൊക്കെ വരും കേട്ടോ. പിന്നെ ഓർഗാനിക് ആസിഡ്സ്, ഇതിൻ്റെയൊക്കെ സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി, നമ്മുടെ സൊല്യൂഷൻസിൻ്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി പഠിക്കാൻ വേണ്ടി പറ്റിയൊരു ടൂൾ കൂടിയാണ് നമ്മുടെ ഈ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ പഠിക്കാം. പിന്നെ റിയാക്ഷൻ റേറ്റ്, എനർജി മെക്കാനിസം, ഇതൊക്കെ പഠിക്കാനും നല്ലൊരു ടൂൾ തന്നെയാണ് ഏത് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി. അത്രയാണ് ആപ്ലിക്കേഷൻസ് വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. സോ താങ്ക് യു.